അപ്പോൾ അതേ നമ്മൾ എലഫൻ്റ കേവ്സിലേക്ക് ബോട്ടയിൽ എത്തിയിരിക്കുകയാണ് അല്ലേ. 1 മണിക്കൂറുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ അവിടുന്ന് 1 മണിക്കൂർ കടലിൽ കൂടെ ബോട്ടിൽ വരണം. ഇങ്ങോട്ട് എത്ര രൂപയാ? ഒരാൾക്ക് 290 രൂപയാണ് ചാർജ് വരുന്നത്. വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ചാർജ് ഒന്ന് തന്നെയാണ്, ആർക്കും വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നല്ല അല്ലേ, വരുന്ന ആ ഒരു വരവ് ഒരു 1.5 വരവ് തന്നെയാണ് അല്ലേ ചേ? അതെ, എല്ലാം കാണാം. കപ്പലുകളും ഇവിടെ മുംബൈ പോർട്ടിൻ്റെ ഭാഗങ്ങളെല്ലാം കാണാം, നേവിയുടെയൊക്കെ അല്ലേ. ഇവിടെ എല്ലാം കപ്പലുകളൊക്കെ കിടപ്പുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇങ്ങോട്ട് 1 കിലോമീറ്റർ ഈ ട്രെയിനേ വരാൻ പറ്റും. പക്ഷേ അത് ഓരോരുത്തർക്കും കേസിന് അകത്തോട്ട് പോകുന്നു കേട്ടോ. കുറച്ച് നടക്കാനുണ്ട് കേസിനങ്ങോട്ട്. ആ ട്രെയിനിന് പോകുമായിരുന്നെങ്കിൽ 1 കിലോമീറ്റർ അവിടെ വരെ നടക്കാതെ പോകാമായിരുന്നു. അത്രേ. ബാ പ്ലീസ് കീപ് യുവർ എലഫൻ്റ ക്ലീൻ. ഞാൻ കാണുന്നതാണ് കേട്ടോ അടൽ സേതു. ഇവിടെ വരെ നടക്കാതെ വരായിരുന്നു, ഇവിടെ വരെയുള്ളൂ സ്റ്റോപ്പ്. ബാക്കി നടന്നു പോയി കാണണമെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് ചെന്നാലേ അറിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ. എല്ലാം കടകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ കടകളൊക്കെ. മിസൽപ്പാവ് അത് കണ്ടാൽ ചിലപ്പം ദേഷ്യം വരും, കാരണം കഴിച്ച് മടുത്തു. ഇത് മുകളിലേക്ക് കയറി പോകുന്ന വഴിയാണ്. ആ വഴിയിലുടനീളം കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ചെറിയ ചെറിയ കടകൾ കാണാം. മുകളിൽ വരെയുണ്ട് ഒരുപാട് കടകൾ. ഇവിടെ കൂടുതലും ഫോറിനേഴ്സാണ് വരുന്നത്. അതുപോലെ കുറേ സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ. മുകളിൽ എത്തിയപ്പോഴത്തേക്കും മടുത്തു. താഴെ നിന്ന് കയറിയപ്പോഴുള്ള ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ മുകളിലെത്താനാണ്. നമ്മൾ മുകളിലെത്തി. എന്താ അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഒരു സ്കാനറുണ്ട്, അപ്പോൾ സ്കാൻ ചെയ്ത് നമുക്ക് ഓൺലൈനായിട്ട് പാസ് എടുക്കാം. അങ്ങനെയാണ് 35 രൂപ ഒരാൾക്ക്. കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ കയറി ഇനി അകത്ത് കൂട്ടി പോയി നോക്കണം എന്തൊക്കെയാണ് കാണാനുള്ളതെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന ആദ്യത്തെ ഗുഹ കേട്ടോ. പാറകൾ തുരന്നുണ്ടാക്കിയ അതിശയിപ്പിക്കുന്ന ശില്പങ്ങളാണ് ഇവിടെയുള്ളത്. അർദ്ധനാരീശ്വരൻ, നടരാജൻ തുടങ്ങിയ ശിവൻ്റെ വിവിധ രൂപങ്ങൾ ഇവിടെ കാണാം. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ശില്പം ത്രിമൂർത്തി എന്നറിയപ്പെടുന്ന ശില്പമാണ്. ഇതിൽ ശിവൻ്റെ 3 ഭാവങ്ങൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ ചിത്രീകരിച്ചിരിക്കുന്നു. ഇതാണ് ആ വിഗ്രഹം. ഇത് ഗുഹയുടെ പുറമേ ഉള്ള കാഴ്ചയാണ്. കണ്ടില്ലേ, പാറ തുറന്ന ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ പാറ, അതിൻ്റെ അടിയിൽ ഒരു വീട് പോലെ. ഇതാണ് അടുത്ത ഗുഹ. ഇത് കണ്ടോ, ഇവിടെ ഒരു കിണറുണ്ട്. ഇതിനകത്ത് വെള്ളമുണ്ട് കേട്ടോ. കടലിലെ വെള്ളമാണോ എന്നറിയില്ല, എന്തായാലും ഉണ്ട്. അതെ, കല്ലിനകത്തല്ലേ അല്ലേ, നല്ല തണുപ്പാ അല്ലേ, നല്ലൊരു സുഖമുണ്ട്. അതാ ഫോറിനേഴ്സ് അതിനകത്ത് ഇരിക്കുന്നതാണ്ടോ കുറേ സമയം.
ഇതാണ് കേവ് 3 ഫേസിങ് ഈസ്റ്റ്. ഇത് കൊള്ളാലോ. അതെ, എങ്ങനെ ഇതിങ്ങനെ ആക്കി എടുത്തല്ലേ, അത്രയും വലിയ മലകൾ. ഇത് 4ാമത്തെ കേവാണല്ലേ, 4ാമത്തെ. പക്ഷെ ഇവിടെ എല്ലാം വെള്ളമുണ്ട് കേട്ടോ, കിണറൊക്കെ കുഴിച്ചിരിക്കുന്നുണ്ടോ എല്ലായിടത്തും. പാറയ്ക്കാൻ ഈ കേവ് അടച്ചേക്കുക, നമുക്ക് അകത്തൊന്നും കയറി കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ അടിയിലേക്ക് ഇത് വെള്ളമൊക്കെ പോകുന്നുണ്ട് അതിലൂടെ. ഇപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. പണ്ട് ഈ ദ്വീപിൻ്റെ പ്രവേശന കവാടത്തിൽ കല്ലിൽ കൊത്തിയ വലിയൊരു ആനയുടെ രൂപം ഉണ്ടായിരുന്നു. ഇത് കണ്ട പോർച്ചുഗീസുകാരാണ് ഈ ദ്വീപിന് എലഫൻ്റ എന്ന് പേരിട്ടത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ കേവ്സ്. ഓരോ വർഷവും ഫെബ്രുവരി മാസത്തിൽ ഇവിടെ പ്രശസ്തമായ എലഫൻ്റ ഫെസ്റ്റിവൽ നടത്താറുണ്ട്. ശരിക്കും ഇത് നല്ലൊരു യാത്രാ അനുഭവമാണ്. കാരണം 1 മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്ത് ഈ ദ്വീപിലെത്തി കേവ്സൊക്കെ കണ്ട് തിരിച്ചു മടങ്ങുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമുണ്ട്. അപ്പോൾ ബാക്കി യാത്ര അടുത്ത വീഡിയോയിൽ